നമസ്കാരം ആചാര്യജി. വേദങ്ങളിലെ കരംഖാണ്ഡ ഭാഗത്തിന്റെ പ്രസക്തി എന്താണ്? സാധാരണ മനുഷ്യന്റെ മനസ്സിനനുസരിച്ച് നോക്കുമ്പോൾ വേദങ്ങളുടെ വലിയ അളവിലുള്ള വോള്യൂമിൽ ഉപനിഷത്തുകളെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും എന്തുകൊണ്ടാണ് വേദങ്ങളുടെ ഘടന അങ്ങനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? അതായത് ഒരു വലിയ ഭാഗം തന്നെ ഉപനിഷത്തുകളല്ലാത്ത കാര്യങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്നു. ഉപനിഷത്തുകൾക്ക് വളരെ ചെറിയൊരു സ്ഥാനം മാത്രമേ ഉള്ളൂ. ഈ സംഗ്രഹം തയ്യാറാക്കിയ വ്യക്തിയുടെ സത്യസന്ധതയ്ക്ക് ഒരു സാക്ഷ്യമാണ്. നമ്മൾ ആകാശത്ത് നിന്ന് വീണതാണെന്ന് അവർ പറഞ്ഞില്ല. അവർ നിങ്ങൾക്ക് അവസാനം പൂർത്തിയായ അന്തിമ ഉൽപ്പന്നം നൽകുക മാത്രമല്ല, മുഴുവൻ പ്രക്രിയയും നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഉപനിഷത്തുകൾ മാത്രം നിങ്ങൾക്ക് നൽകിയാൽ നിങ്ങൾ വളരെ വിചിത്രമായി പെരുമാറും. ഒരു അപകർഷതാബോധം നിങ്ങളെ ഏകദേശം പിടികൂടാൻ സാധ്യതയുണ്ട്. എന്റെ ദൈവമേ, ഇത് എവിടെ നിന്നാണ് വന്നത്? അതോടൊപ്പം ഉപനിഷത്തുകളുമായി നിങ്ങൾക്ക് ഒരു ബന്ധവും നേരിട്ട് ഒരു ബന്ധവും വളർത്തിയെടുക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, നിങ്ങളുടെ അവബോധ മനസ്സിൽ ഉപനിഷത്തുകളുടെ അത്രയ്ക്കും ഉന്നതിയിലെത്തുന്നത് നിങ്ങൾക്ക് അതീതമാണെന്ന് ഉള്ള ചിന്തയായിട്ട് മാറും. വേദങ്ങളുടെ മുഴുവൻ ഭാഗവും നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് വളരെ മാനുഷികമായ ഒരു കാര്യമാണ്. വീണ്ടും നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് മുഴുവനായും അറിഞ്ഞിട്ട് തന്നെ ഞാൻ പറയുകയാണ്, മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് വേദങ്ങളിൽ പരാമർശിക്കാൻ പാടുള്ളതല്ല, അല്ലേ? പക്ഷേ നിങ്ങൾ സമാഗ്രഹിക്കുന്നവരുടെ സത്യസന്ധത നോക്കിയാൽ അദ്ദേഹം ഒന്നും മറച്ചുവെക്കില്ല. ഇതാണ് മുഴുവൻ പ്രക്രിയ എന്നും ഇതാണ് മുഴുവൻ അറിവും ഞങ്ങളെല്ലാം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അത് നിങ്ങളുടെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും പോലെയാണ്. അവരുടെ കാലഘട്ടത്തിന്റെ മഹത്വത്തെക്കുറിച്ച് മാത്രമല്ല, കൂടാതെ അവരുടെ പോരാട്ടങ്ങൾ, അപര്യാപ്തതകൾ, പരാജയങ്ങൾ എന്നിവയെക്കുറിച്ചും അവർ പറയും. പിന്നെ ശ്രമങ്ങളുടെയും പോരാട്ടങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും എല്ലാത്തിൻ്റെയും ഒരു പരമ്പരയ്ക്ക് ശേഷം എങ്ങനെയാണ് ഉച്ചകോടി എത്തിയതെന്ന് നിങ്ങളോട് അവർ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ മുഴുവൻ ബൃഹത്തായ സമാഹാരത്തെ നോക്കുമ്പോൾ അവിടെ നിന്ന് ഉയർന്നു വരുന്ന വാക്ക് സത്യസന്ധതയാണ്. ഒരുപാട് കാര്യങ്ങൾ മറച്ചുവെക്കാമായിരുന്നു, വളരെ എളുപ്പത്തിൽ മറയ്ക്കാമായിരുന്നു. അതിലെല്ലാം നൽകേണ്ട ആവശ്യവുമില്ല. ഏറ്റവും മികച്ച ശേഖരമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്ധരണികൾ മാത്രം നൽകുക. വേദങ്ങൾ മഹത്വപ്പെടുമായിരുന്നു. ഇതിലും ഉയർന്ന നിലയിൽ നിങ്ങൾ പറയുമായിരുന്നു, ആ വേദങ്ങളെ നോക്കൂ, ഉയർന്ന ജ്ഞാനം ഉൾക്കൊള്ളുന്ന ഹ്രസ്വമായ കൃത്യമായ ഗ്രന്ഥങ്ങളാണത്. ഒന്ന് ശ്രദ്ധിക്കൂ, ജ്ഞാനത്തിന്റെ മുഴുവൻ ഭാഗവും ഉപനിഷത്തുകളിൽ അടങ്ങിയിരിക്കുന്നുവെന്നും ബാക്കിയുള്ളത് വൃത്തികേടാണെന്നും അർത്ഥമാക്കുന്നില്ല. അങ്ങനെയല്ല. ഉദാഹരണത്തിന്, നിങ്ങൾ ദേവീ സൂക്തത്തിലേക്കോ നാസരീയ സൂക്തത്തിലേക്കോ പോകുമ്പോൾ വരാനിരിക്കുന്നതിൻ്റെ ആരംഭം വളരെ വേഗം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനാൽ ഇതൊരു സ്വാഭാവികമായ വളർച്ചയാണ്. നിങ്ങൾക്കതിനെ പൂർണ്ണമായി വിഭജിച്ച് കർമ്മകാണ്ഡ ഭാഗം വെറും മാലിന്യമാണെന്നും ഉപനിഷത്തുകളുടെ ഭാഗം അതിശയകരമാണെന്ന് പറയാൻ കഴിയില്ല. വാസ്തവത്തിൽ ആദ്യകാല ഉപനിഷത്തുകളിലേക്ക് നിങ്ങൾ പോയാൽ അവ ചുരുങ്ങിയതൊന്നുമല്ല. ചാന്തോഗ്യവും ബൃഹദാരണ്യകവും
പ്രത്യേകിച്ച് ഈ രണ്ടും വളരെ വലിയവയാണ്. കൂടാതെ ഇവ പിന്നീട് വന്ന ഉപനിഷത്തുകൾ പോലെ ശുദ്ധീകരിക്കപ്പെട്ടതുമല്ല. അപ്പോൾ ആദ്യകാല ഉപനിഷത്തുകളിൽ വേദാന്തത്തിന്റെ മറ്റു ഭാഗങ്ങളിലേതിന്റെ പോലെ തന്നെ അതേ നിലയോ അതേ പ്രൗഢിയോ ആയിരിക്കില്ല. നിങ്ങൾ ഛാന്തോഗ്യത്തെ എടുത്ത് അഷ്ടാവക്രഗീതയുമായോ ഭഗവത്ഗീതയുമായോ ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഛാന്തോഗ്യത്തിന് ഒരു സാധ്യതയും നിലനിൽപ്പുമില്ല. എന്നിട്ടും അതിന്റെ മുഴുവൻ ഭാഗവും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഒന്നും മറച്ചു വയ്ക്കാനില്ല, ലജ്ജിക്കാനില്ല. ദയവായി എല്ലാം നോക്കൂ. കാരണം അത് മനുഷ്യന്റെ പ്രക്രിയയാണ്. ദയവായി നോക്കൂ. അത് പോരാട്ടങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും തോൽവികളിലൂടെയും ഒടുവിൽ മഹത്വത്തിന്റെ എന്തോന്നുണ്ടാകുന്നു. വേദങ്ങൾ എത്ര തവണ ഇടറിവീണിട്ടുണ്ടെന്ന് അവ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. അത് കുഴപ്പമില്ല. എല്ലാം തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. ഇത് വിശ്വാസത്തിന്റെ കാര്യമാണ്. ഈ ജ്ഞാനസമ്പത്തിന്റെ അവകാശികൾക്ക് ഉപയോഗപ്രദവും കാലാതീതവുമായതെന്താണെന്നും സമയബന്ധിതവും താൽക്കാലികമായ തയ്യാറെടുപ്പിനുള്ളതും എന്താണെന്നും തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ അഥർവവേദത്തിലേക്ക് പോകൂ. ചിലർ അതിനെ വേദം എന്ന് പോലും വിളിക്കുന്നില്ല. 4 അല്ല 3 വേദങ്ങൾ മാത്രമേയുള്ളൂ എന്നവർ പറയുന്നു. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന നിരവധി കാര്യങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു. ഇതിനെ ഒരു അറിവിന്റെ കലവറ എന്ന് ഞാൻ എങ്ങനെ വിളിക്കും? അന്ധവിശ്വാസങ്ങളെന്ന് നിങ്ങൾ വിളിക്കുന്ന എല്ലാത്തരം കാര്യങ്ങളും അവിടെ ധാരാളമായിട്ടുണ്ട്. അതേസമയം അഥർവവേദത്തിൽ ചില മഹത്തായ ഉപനിഷത്തുകളും അടങ്ങിയിരിക്കുന്നു. സമാഗ്രഹിക്കുന്നവന് ഉപനിഷത്തുകളുടെ നിലവാരത്തിലില്ലാത്തതെല്ലാം ഒഴിവാക്കാനുള്ള സ്വാതന്ത്ര്യം വ്യക്തമായി ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും പോലും ഒഴിവാക്കിയില്ല. നിങ്ങൾക്ക് സ്നേഹമുള്ളവരിൽ നിന്ന് നിങ്ങൾ ഒളിക്കാറില്ലല്ലോ, അല്ലേ? ഋഷിമാർ നമ്മളെ സ്നേഹിച്ചിരുന്നു. ഒന്നും മറച്ചുവെക്കാൻ അവർ ആഗ്രഹിച്ചില്ല. ഇതാണ് മുഴുവൻ ബണ്ടിൽ എന്നവർ പറഞ്ഞു. നിങ്ങളെല്ലാം നോക്കൂ. മനോഹരമായി വെട്ടിയെടുത്ത് പെഡിക്യൂർ ചെയ്ത് മാനിക്യൂർ ചെയ്ത ഒരു കുടുംബ ആൽബം ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് സമ്മാനിക്കില്ല. ഞാൻ നിങ്ങൾക്ക് ഗോസിപ്പുകളും ചെറുതായുള്ള വഴക്കുകളെക്കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്റേൺ പോലും വഴക്കുകൾ നിയോഗിക്കുന്നു. എല്ലാം നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് എല്ലാം അറിയാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ഇൻഫർമേഷൻ. നിങ്ങളെ ആശ്രയിച്ചിരിക്കും എന്താണ് സ്വീകരിക്കേണ്ടത്, എന്താണ് ആദരവോടെ മ്യൂസിയത്തിൽ വെച്ച് സൂക്ഷിക്കേണ്ടത് എന്ന കാര്യങ്ങൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്താണ് സമകാലിക ഉപയോഗത്തിലുള്ളതെന്നും എന്താണ് ചരിത്രപരമെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞങ്ങൾ ഈ വിശ്വാസം നിങ്ങളിൽ അർപ്പിക്കുന്നു എന്ന് ഋഷിമാർ പറയുകയാണ്. സമകാലിക പ്രസക്തിയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അത് ഉപയോഗപ്രദമാണ്. കാരണം നിങ്ങൾ പഴത്തിലേക്ക് എത്തിയ മുഴുവൻ പ്രക്രിയയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആപ്പിൾ ആകാശത്ത് നിന്ന് വീഴില്ല. ആപ്പിളിലേക്ക് നയിക്കുന്ന മുഴുവൻ പ്രക്രിയയും ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു. വേദങ്ങൾ വെറും ആപ്പിൾ മാത്രമല്ല. വേദങ്ങൾ ആപ്പിളിന്റെ നിർമ്മാണമാണ്. നിർമ്മാണത്തിന്റെ മുഴുവൻ പ്രക്രിയയും വെളിപ്പെടുത്തിയിരിക്കുന്നു.